ഹലോ, അപ്പോൾ നമുക്കിന്നൊരു നെത്തോലി പീര ഉണ്ടാക്കിയാലോ, അല്ലെങ്കിൽ നെത്തോലി തോരൻ. ഓക്കെ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് കേട്ടോ. തേങ്ങ, കൊച്ചുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, കുറച്ച് മുളക് പൊടി കൂടി ഞാൻ എടുക്കുന്നുണ്ട്, കളറിന് വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നെത്തോലി ഓൾറെഡി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച അരപ്പ് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. മൊത്തത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളമായിട്ട് എന്ത് ചെയ്യുക, വേവിക്കാൻ വേണ്ടി വെക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേവിക്കാൻ വേണ്ടി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. ചട്ടി ചുറ്റിച്ച് കൊടുക്കുക. മാക്സിമം സ്പൂൺ കൊണ്ട് ഇളക്കാതിരിക്കുക. അഡീഷണലായിട്ട് കുറച്ച് ഓയിലും അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ പുളിയുടെ വെള്ളം, കുടംപുളി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഉപ്പ്, ഇതൊക്കെ നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ തിളച്ച് വരുമ്പോൾ എന്ത് ചെയ്യുക, ലാസ്റ്റിന് വറ്റി വരും. ഓർക്കുക, സ്പൂൺ കൊണ്ട് ഇളക്കാൻ നിൽക്കരുത്. എന്ത് ചെയ്യുക, ചുറ്റിച്ച് തന്നെ എടുക്കുക. അപ്പോൾ നമ്മുടെ നെത്തോലി പീര റെഡി ആയിട്ടുണ്ട്. സൈഡിൽ നമ്മുടെ മീൻ പൊരിച്ചതൊക്കെ റെഡിയാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രസവും നെത്തോലി പീരയും പൊരിച്ച മീനും ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു നെത്തോലി പീര. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സോ ബൈ. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ ഫിഷിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, മറക്കരുത്.